നമസ്കാരം. ഇന്ന് ഒരു ഡേ ഇൻ ലൈഫാണ് കേട്ടോ. ഞാൻ കുറേ ആയിട്ടോ വീഡിയോ ഒക്കെ ചെയ്തിട്ട്. അപ്പോൾ ഒരു ട്രിപ്പ് പോയേക്കുമായിരുന്നു. അപ്പോൾ അതിൻ്റെ പേരിൽ വീഡിയോസൊന്നും എടുക്കാൻ പറ്റിയില്ല. അപ്പോൾ അതുകൊണ്ടാണ് ഇത്രയും ലേറ്റ് ആയത് വീഡിയോ ഒക്കെ ചെയ്യാനായിട്ട്. അപ്പോൾ ഇപ്പോൾ സമയം ഇവിടെ 6:30 മണിയായിട്ടുണ്ട്. സൂര്യൻ ഉദിച്ച് വരുന്നേ ഉള്ളൂ. അടിപൊളി കാഴ്ചകളാണ് കേട്ടോ, പുറത്തെ കാഴ്ചകളാണ് ഇതൊക്കെ. അപ്പോൾ ഇന്ന് ഞാൻ രാവിലെ തന്നെ ബ്രേക്ക്ഫാസ്റ്റിന് പുട്ടും കടലക്കറിയാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. അപ്പോൾ ഞാൻ പോന്നപ്പോൾ തന്നെ പുട്ടുപൊടിയും കടലയും അത്യാവശ്യം വേണ്ട സാധനങ്ങളൊക്കെ ആയിട്ടാണ് കേട്ടോ വന്നത്. കാരണം എവിടെയൊക്കെ അത് കിട്ടുമെന്നൊന്നും അറിയത്തില്ലല്ലോ. അപ്പോൾ അതിൻ്റെ പേരിൽ ഇതെല്ലാം ആയിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ കടല തലേ ദിവസം തന്നെ ഞാൻ വെള്ളത്തിലിട്ട് വെച്ചിട്ടില്ലായിരുന്നു. അപ്പോൾ അത് നമുക്കൊന്ന് കുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ അതിനായിട്ട് ഇതുപോലെ ഒരു കുക്കർ എടുത്തിട്ടുണ്ട്. അതിലേക്ക് ആദ്യം തന്നെ കഴുകി വെച്ചിരിക്കുന്ന കടല ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചെടുക്കാം. പിന്നെ വേണ്ടത് ആവശ്യത്തിനുള്ള ഉപ്പാണ്, അത് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഇതിലേക്ക് ഒരു ചെറിയ സവാള കട്ട് ചെയ്തിടാം കേട്ടോ. അപ്പോൾ അതിനായിട്ട് ഞാൻ ഇതുപോലെ ഒരു ചെറിയ സവാള എടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞിട്ട് നമുക്ക് ഇതുപോലെ നീളത്തിലൊന്ന് കട്ട് ചെയ്തിടാം. പിന്നെ വേണ്ടത് അല്പം ഉപ്പാണ്. പിന്നെ വേണ്ടത് മസാല പൗഡർ. പിന്നെ എന്നിട്ട് കുക്കർ അടച്ച് വെച്ചിട്ട് നമുക്കൊരു 3-4 വിസിൽ അടുപ്പിച്ചെടുക്കരുത്. ഇനിയിപ്പോൾ കടല വേകുന്ന സമയത്ത് നമുക്ക് ചായ ഉണ്ടാക്കാം കേട്ടോ. അപ്പോൾ അതിനായിട്ട് നമ്മൾ പാലൊക്കെ എടുത്തിട്ടുണ്ട്. ഒരു കപ്പ് പാലെടുത്തിട്ടുണ്ടെങ്കിൽ ഒരു 2-3 ഗ്ലാസ് വെള്ളം ഒഴിക്കാം. അത്രയ്ക്ക് കട്ടി പാലാണ് കേട്ടോ ഇവിടെ കിട്ടുന്നത്. അപ്പോൾ അതുപോലെ ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് ഞാൻ ടീ ബാഗാണ് കേട്ടോ യൂസ് ചെയ്യുന്നത്. അപ്പോൾ അതാകുമ്പോൾ അരിച്ചെടുക്കേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ. അപ്പോൾ അതുപോലെ ചെയ്തെടുക്കാം. പിന്നെ ഇതിലേക്ക് ഷുഗറൊക്കെ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മുടെ കടലയൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്കതൊന്ന് താളിച്ചെടുക്കാം. അപ്പോൾ ഇതുപോലെ പാൻ വെച്ചെടുത്തിട്ടുണ്ട്. അതിലേക്ക് സവാള, ഇഞ്ചി, പച്ചമുളക് അതൊക്കെ ചെറുതാക്കിയാണ് കേട്ടോ ഞാൻ അരിഞ്ഞെടുത്ത് അതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇവിടെ ഉള്ളിയൊന്നും കിട്ടാനുള്ള വകുപ്പില്ല കേട്ടോ, അതുകൊണ്ടാണ് കേട്ടോ ഇങ്ങനെയൊക്കെ ചെയ്തിരിക്കുന്നത്. പിന്നെ അതിലേക്ക് അല്പം മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി, മസാല പൗഡറൊക്കെ ചേർത്ത് ഒന്ന് വഴറ്റിയെടുത്തിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന കടല ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ എല്ലാം ഒരു തട്ടിക്കൂട്ടായിട്ടാണ് കേട്ടോ എല്ലാം ചെയ്തെടുക്കുന്നത്. കാരണം എല്ലാം ഒന്ന് സെറ്റായിട്ട് വരുന്നേ ഉള്ളൂ കേട്ടോ. ഇനിയിപ്പോൾ നമ്മുടെ കടല സെറ്റ്. ഇനിയിപ്പോൾ അടുത്തത് പുട്ടിന് പൊടി നനയ്ക്കുകയാണ് കേട്ടോ. അപ്പോൾ ഞാൻ 1.5 കപ്പ് പുട്ടിൻ്റെ പൊടി എടുത്തിട്ടുണ്ട്. അതിലേക്ക് പൊടി ഇട്ട് കൊടുക്കാം. പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും വെള്ളമൊക്കെ ചേർത്ത് ഒന്ന് പുട്ടിൻ്റെ പൊടി ഒന്ന് നനച്ചെടുത്തിട്ട് വരാം. ഇനിയിപ്പോൾ പുട്ട് ഒന്ന് ആവി കയറ്റിയെടുക്കാം. അപ്പോൾ കുക്കറിൽ വെള്ളമൊക്കെ വെച്ചിട്ടുണ്ട്, അത് ചൂടായിട്ടുണ്ട്. ഇനിയിപ്പോൾ പുട്ട് കണയിലേക്ക് പുട്ടൊക്കെ നിറച്ച് വെച്ചിട്ട് ആവി കയറ്റിയെടുക്കുക കേട്ടോ. അപ്പോൾ നമ്മുടെ പുട്ട് സെറ്റായിട്ടുണ്ട്. ഇപ്പോൾ 2 കണ പുട്ടാണ് കേട്ടോ ഞാൻ ചുട്ടെടുത്തത്. അപ്പോൾ പുട്ട് സെറ്റായി. ഇനിയിപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനുള്ള സമയമൊക്കെ ആയിട്ടുണ്ട് കേട്ടോ. ഇപ്പോൾ കുട്ടികളൊക്കെ ഫ്രഷ് ആയിട്ടൊക്കെ വന്നിട്ടുണ്ട്. ആദ്യം കടലയും പുട്ടും പഴവും പിന്നെ ജ്യൂസും ചായ എല്ലാം എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇനിയിപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് അടുത്തത് കാണാം കേട്ടോ. രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിഞ്ഞ് കുറച്ച് നേരമൊക്കെ ഇരുന്നിട്ട് പിന്നെ ഇവിടെ അടുത്ത് സൂപ്പർ മാർക്കറ്റിൽ പോയിട്ട് കുറച്ച് ഫിഷൊക്കെ വാങ്ങിച്ചിട്ട് വന്ന് പിന്നെ അപ്പോഴേക്കും ഞാൻ അരി കഴുകി കുക്കറിലിടാമെന്ന് വിചാരിച്ചു. അപ്പോൾ പിന്നെ ചോറ് പെട്ടെന്ന് അങ്ങ് റെഡിയാവുമല്ലോ. അപ്പോൾ അതാണ് കേട്ടോ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇനിയിപ്പോൾ അരിയിലേക്ക് ഞാൻ കെറ്റിൽ ചൂടുവെള്ളം ആക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ അതും കൂടി ഒഴിച്ചെടുത്തിട്ട് ഒരു 2-3 വിസിൽ നമുക്കിത് അടുപ്പിച്ചെടുക്കാം. പിന്നെ ഫിഷ് ഞാൻ ക്ലീൻ ചെയ്തിട്ടാണല്ലോ കൊണ്ടുവന്നത്. അപ്പോൾ അത് നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയിട്ട് മസാലയൊക്കെ പുരട്ടി വെച്ചിട്ട് ഫിഷ് ഫ്രൈ ചെയ്തെടുക്കുകയാണ് കേട്ടോ. ഇന്ന് സിമ്പിളായിട്ടുള്ള ഉച്ചയൂണാണ് കേട്ടോ. പിന്നെ വെറുതെ മോരും കാച്ചി അച്ചാറും കൂട്ടിയാണ് ഇന്ന് ഉച്ചക്കലത്തെ ഊണ്. എല്ലാവരും ഊണൊക്കെ കഴിച്ചിട്ട് കുറച്ച് നേരമൊക്കെ റെസ്റ്റൊക്കെ എടുത്തിട്ട് വൈകിട്ട് ഒരു 4 മണിയൊക്കെ ആയപ്പോഴത്തേനും നമ്മൾ പുറത്തോട്ട് ഇറങ്ങി കേട്ടോ. കുറേ കാഴ്ചകളൊക്കെ കണ്ട് അങ്ങനെ വിശന്നപ്പോൾ ഒരു 8:30 മണിയായപ്പോഴത്തേനും ഡിന്നർ കഴിക്കാനായിട്ട് ഒരു സ്ട്രീറ്റിൽ കയറിയതാണ് കേട്ടോ. പിസ്സയും പിന്നെ പാസ്തയും മട്ടൻ്റെ എന്തൊക്കെയോ സംഭവങ്ങൾ, ബീഫ് സ്റ്റേക്കൊക്കെ ആയിട്ട് ഇന്നത്തെ ഡിന്നർ ഇങ്ങനെയായിരുന്നു. പുറത്തെ കാഴ്ചകളൊക്കെ ഇന്നത്തെ വ്ളോഗിലിടാം. ഒരുപാട് ലെങ്ത്തായി പോകുന്നതുകൊണ്ടാണ് കേട്ടോ അതൊന്നും ഇടാത്തത്. അപ്പോൾ അടുത്ത വീഡിയോ കാണുന്നത് വരെ എല്ലാവർക്കും ബൈ.